വീണ്ടും ഒരു പഴയ കാലമൊക്കെ ഓർമ്മ വന്നല്ലേ. അങ്ങനെ ചില ഓർമ്മകളുമായാ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊരു പഴയ ലൈലാൻഡ് ബസ്സാണ്. പഴയതെന്ന് പറഞ്ഞാൽ അല്പമൊന്നും അല്ല, 1979 മോഡൽ ലൈലാൻഡ്. എന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഈ അടുത്ത് വന്ന ഓസ്ലർ സിനിമയിൽ പോലും ഞാനുണ്ട്. ദേ ഇതൊന്ന് കണ്ടു നോക്കി. അല്ലാതെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ ഓർത്ത് നോക്കിക്കേ. ഇങ്ങനെ കണ്ടതുകൊണ്ടാവും മനസ്സിലാകാത്ത. ഇപ്പോഴോ? മിന്നൽ മുരളിയിലെ രക്ഷകൻ ബസ്, അതും ഞാൻ തന്നെയാണ്. ദേശം കുറുക്കമ്മൂല വഴി സർവീസ് നടത്തിയിരുന്നില്ലേ, അതേ വണ്ടി തന്നെ. സിനിമയൊക്കെ കഴിഞ്ഞ് വെറുതെ കിടക്കുമ്പോഴാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ പഴമക്കാർ പലരുണ്ടെങ്കിലും ബസ്സായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ശരിക്കും എനിക്കൊരു പഴയ മോഡൽ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബസ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിം ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞിട്ട്. അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനൊരു വണ്ടി മിന്നൽ മുരളിയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടി കൊടുക്കാനുണ്ട്. അങ്ങനെ അവനായിട്ട് കോൺടാക്ട് ചെയ്ത് അവൻ അയച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി വണ്ടി കണ്ടു. 79 മോഡലാണ് വണ്ടി. ഇതിലിപ്പം നിലവിൽ വണ്ടിക്ക് ഒറിജിനാലിറ്റി ഒരുവിധം അല്ലാണ്ട് പവർ സ്റ്റിയറിംഗ് മാത്രം വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരുവിധം ഒറിജിനലായിട്ട് തന്നെയാണ് നോക്കിയെടുത്തോളം ഇരിക്കുന്നത്. പിന്നെ ഔട്ടർ ശരിക്കും ഓസ്ലർ എന്നുള്ളൊരു സിനിമ ഇപ്പോൾ ഇറങ്ങിയായിരുന്നു. ആ പടത്തിന് വേണ്ടിയിട്ട് അവർ പെയിൻറ്റ് ചെയ്തതാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ. ഇത് ശരിക്കും മിന്നലിൻ്റെ കളറിലൊക്കെ ഇടുന്നിരുന്നത്, അവരാണ് എക്സ്റ്റീരിയർ പെയിൻറ്റ് ചെയ്തത്. പിന്നെ വൈപ്പർ ആഡ് ചെയ്തു, പഴയ ടൈപ്പ് തന്നെ എയർ വൈപ്പർ തന്നെ ആഡ് ചെയ്തു. നിങ്ങളൊരു 90s കിഡ് ആണെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പണ്ടേ ചെറുപ്പത്തിലേ എന്നെപ്പോലുള്ള ഏതെങ്കിലും ബസ് നിങ്ങൾ കയറിയിട്ടുണ്ടാവില്ലേ? ദേ ഈ പെട്ടി കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഈ ഗ്ലാസ്സിലൂടെയൊക്കെ നോക്കി ഈ റോഡ് മുഴുവൻ നമ്മുടെ വണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും 90s കിഡ്സ് ഉണ്ടോ? ഈ പഴയ വട്ടൻ ലൈറ്റും ചെറിയ റെക്സിൻ സീറ്റും എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവില്ലേ? നമ്മുടെ ലാലേട്ടൻ പണ്ട് വരവേൽപ്പ് സിനിമയിൽ ഒരു ബസ് വാങ്ങിയത് ഓർക്കുന്നുണ്ടോ? അത് ഞാനല്ല, പക്ഷെ ഇപ്പോഴത്തെ എന്നെ കണ്ടാൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയല്ലേ. ഞാനൊരു 1979 മോഡൽ ലൈലാൻഡ് 370 ബസ്സാണ്. 6 സിലിണ്ടർ 6 ലിറ്റർ വരുന്ന ഈ എഞ്ചിനും പഴയ മോഡൽ 4 സ്പീഡ് ഗിയർ ബോക്സുമാണ് ഉള്ളത്. പഴമയിൽ നിന്നും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും ആ പഴയ ഡബിൾ ക്ലച്ചും ഹൗസിങ്ങും എല്ലാം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ആകെയുള്ള മാറ്റം സ്റ്റിയറിംഗ് പവറാക്കി. വേറെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വണ്ടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ വണ്ടി ഇപ്പോഴും ഒരു 90% ഒറിജിനാലിറ്റിയിലാണ് വണ്ടി ഇപ്പോഴും ഇരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഡബിൾ ക്ലച്ചാണ് വണ്ടി. പിന്നെ ബ്രേക്ക് എയർ തന്നെ വൈപ്പർ പോലെ എയറാണ് വർക്ക് ചെയ്യണത്. പിന്നെ സീറ്റുകൾ ഇപ്പോൾ പഴയ മോഡൽ ഷോർട്ട് സീറ്റാണ്, പണ്ടത്തെ ടൈപ്പ്. ഇതിൻ്റെ നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ സീറ്റ് ചൂടി ഹൈറ്റ് കൂടി, ഇതുപോലെ തന്നെ ഹൈറ്റ് കൂടിയിട്ട് വരാം. പിന്നെ ഇതിൽ പഴയ ബെൽ സിസ്റ്റം എല്ലാം പണ്ടത്തെ ഒരു വണ്ടിയുടെ ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാം നമ്മൾ പണ്ടത്തെ 90s കിഡ്സിനെ അറിയാമെന്ന് പറഞ്ഞ പോലെ പറയില്ല, അതുപോലെയുള്ള ടൈപ്പിലാണ് എല്ലാം ഇരിക്കണേ. ഇപ്പോൾ ഇതുപോലുള്ള ബസ്സുകളൊന്നും നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ ആരാധകരുടെ ബഹളമാണ്. പോകുന്ന വഴിയെല്ലാം ആളുകൾ നോക്കി നിൽക്കും. എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാണ്ട് ഒരാളും പോകില്ലെന്നേ.